സാറേ, റോയിയുടെ ബൈക്കിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്. നീ എന്നെ ഇവിടെ? സാറേ, റോയ് എടി കൊച്ചേ, കുറെ നേരമായി. നീ അവന്റെ ഭാര്യയൊന്നുമല്ലല്ലോ. ചേച്ചി, മോളെ, അവനെൻ്റെ അനിയനാ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ CDR ചെക്ക് ചെയ്തപ്പോൾ അവസാനം വിളിച്ചിരിക്കുന്നത് നീയാ. മോളിപ്പോൾ ചെല്ല്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ചെല്ല്. റോയി എവിടെയാടാ? എനിക്കറിയത്തില്ല സാറേ. അറിയത്തില്ലേ? നിന്നോട് പറയാതെ അവനെങ്ങും പോകത്തില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്നാടാ കാശിൻ്റെ ഇടപാട്? കാശിൻ്റെ ഇടപാടൊന്നുമില്ല സാറേ. നീ എന്നാ അവനെ അവസാനം കണ്ടേ? അവൻ കുറച്ച് ദിവസം മുമ്പേ എനിക്ക് കുറച്ച് ഏലം വിൽക്കാൻ തന്നായിരുന്നു. അത് വിറ്റ് ഞാൻ കാശ് കൊടുത്തായിരുന്നു. അന്നാ ലാസ്റ്റ് കണ്ടേ. ഏലം എവിടെ നിന്നു വല്ലതും പറഞ്ഞോ അവൻ? തറവാട്ടിൽ നിന്നാന്നാ പറഞ്ഞു. തൽക്കാലം നീ ഇപ്പോൾ വയ്ക്കോ. പിന്നിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ആ സമയത്തോടെ ഉണ്ടാവണം, കേട്ടല്ലോ? സിജോ, ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചേ. Come in. ഗുഡ് മോർണിംഗ് സർ. Please sit. താങ്ക് യു സർ. അപ്പൻ മരിച്ചതറിഞ്ഞു. My condolences. സർ. അപ്പോൾ തൻ്റെ അനിയൻ്റെ കാര്യം എന്തായി? എനി ന്യൂസ്? അന്വേഷിക്കുന്നുണ്ട് സർ. ജോർജ്, എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പരാതിക്കാരൻ തൻ്റെ ഫാദറിൻ്റെ അനിയൻ തന്നെയാണ്. ഓ, ഡോണ്ട് വറി, നിങ്ങളെപ്പോലെയുള്ള വലിയ ഫാമിലീസിൽ ഇതൊക്കെ സാധാരണമാണ്. സ്വത്ത് കൂടിപ്പോയാലും ഇതാ കുഴപ്പം. സോ ഞാനൊരു പുതിയ ടീമിനെ അസൈൻ ചെയ്യുന്നുണ്ട്. അവർ നോക്കട്ടെ. എന്താണ് സാർ ഇത്? എൻ്റെ അനിയൻ മിസ്സായ ഞാൻ അന്വേഷിക്കുകയല്ലേ? That's okay. But you investigating your own brother's disappearance? That's against protocol. സർ, പുതിയ ടീം അന്വേഷിക്കട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് വെറുതെ പുലിവാലെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ സർ. ക്യാരി ഓൺ. സർ. ആന്റി പറ്റിക്കല്ലേ? ഉറപ്പല്ലേ? ശരി, അടുത്തോണം വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. ശരി ആന്റി. ശരി ആന്റി. ഒന്നല്ലോ. നിനക്ക് ഇന്ന് തന്നെ പോകണോ? ഓ, അതെങ്ങനെ അയച്ചി? അപ്പന് പോണോന്നും പറഞ്ഞ് നിൽക്കുമല്ലേ? ഞാനങ്ങ് പോയേക്കോടാ. കല്യാണം എങ്ങടത്തില്ലേ, കുറേ പരിപാടികളുണ്ട്. കൊച്ചായി എന്നാ പണിയാ കാണിച്ചേ? എന്നടാ? എന്തിനാ SP കൊണ്ട് പരാതി കൊടുത്തേ? നമ്മുടെ ചെറുക്കനെ കണ്ടുപിടിക്കണ്ടായോ ജോർജ്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട കൊച്ചേ. ഇതിപ്പോൾ എൻ്റെ ആവശ്യമായി പോയില്ലേ. എടാ, നീ എനിക്ക് കുറേ കാശ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വല്ല നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. ദേ, മൈക്കിളിന് കുഴപ്പമില്ല, പിന്നെ നിനക്കെന്നാടാ ഇത്ര സൂക്കേട്? പാടി കൊച്ചേ, പോയേക്കാം. ഇപ്പം പോയാൽ ലാസ്റ്റ് ബസ് പിടിക്കാം.
ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ചെറ്റത്തരം കാണിക്കല്ലേ. കേസ് കൊടുത്ത് എന്നെ അങ്ങ് ഉണ്ടാക്കാന്നാണോ വിചാരിച്ചേ? ഞാൻ പെട്ട ആ കയറിന്റെ മറ്റേറ്റത്ത് താനും ഉണ്ടാവും. നീ എന്നെ ഒരു ഉണ്ടാക്കിയല്ല. നിയമമൊക്കെ എനിക്കും അറിയാടാ. കൂടിപ്പോയ ഒരു മാപ്പ് സാക്ഷി. പിടിവിട്ട് നിൽക്കുക ഞാൻ. ചേട്ടനാണെന്ന് നോക്കില്ല, പറഞ്ഞേക്കാം. നീ എന്നെയും കൂടി അങ്ങ് കൊല്ലടാ. പിന്നെ നിനക്ക് ഒറ്റയ്ക്കങ്ങ് ആകാമല്ലോ. സർവീസിൽ ഇപ്പോൾ എത്ര വർഷമായിടോ? 11 വർഷം. ഓ, ക്രൈമിൽ? അത് 2 വർഷം. പറയൂ തന്നെയാ, എൻ്റെ എന്ത് ഹെൽപ്പാണ് എനിക്ക് വേണ്ടേ? റോയി ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഉള്ള ആളാണെന്ന് ഞാൻ കേട്ടു. അതവൻ ഈ സർവേ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാലേ എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയത്. ഓ, സാറിൻ്റെ കേസ് ഫയൽ ഞാൻ വായിച്ചായിരുന്നു. റോയി എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ജൂലൈ 8-ാം തീയതി. എന്തിനാ അന്ന് കണ്ടത്? അല്ല, അതെല്ലാം ആ ഫയലിനകത്തുണ്ടല്ലോ. ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ സാർ. ശരി, എന്നാ വരട്ടെ. ഓക്കെ തന്നെ, താങ്ക് യു. ധന്യ, ഐ ഹോപ്പ് യു വിൽ ഡു യുവർ ബെസ്റ്റ്. ഷുവർ സാർ. പ്ലേറ്റിങ് കാണിച്ചേ. ഈ ചായ ഉച്ചയ്ക്ക് മിനി വിളിച്ചായിരുന്നു. അമ്മച്ചിക്ക് തീരെ സുഖമില്ലാന്ന്. അതിന് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണ്ടേ? നിനക്ക് പോണേ പൊക്കോ, ഞാനും വരുന്നില്ല.